കമ്പോണൻസ് ഓഫ് GPS ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ സ്പേസ് സെഗ്മെൻ്റ് ഉണ്ട്, കൺട്രോൾ സെഗ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഒരു യൂസർ സെഗ്മെൻ്റ് ഉണ്ട്. സ്പേസ് സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി സാറ്റലൈറ്റൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷനെയാണ് നമ്മൾ സ്പേസ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. കൺട്രോൾ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലുള്ള സ്റ്റേഷൻസിനാണ് നമ്മൾ കൺട്രോൾ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് 2 മാസ്റ്റർ സ്റ്റേഷനും 16 മോണിറ്ററിംഗ് സ്റ്റേഷനും 11 ഗ്രൗണ്ട് ആൻറ്റിനാസും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മോണിറ്ററിംഗ് സ്റ്റേഷൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 മോണിറ്ററിംഗ് സ്റ്റേഷനാണ്. 16 മോണിറ്ററിംഗ് സ്റ്റേഷൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നലിനെ കണ്ടിന്യൂസ്ലി ട്രാക്ക് ചെയ്യുന്നത് മോണിറ്ററിംഗ് സ്റ്റേഷനാണ്. എന്നിട്ട് ഈ കണ്ടിന്യൂസ്ലി ട്രാക്ക് ചെയ്ത സിഗ്നലിനെ മാസ്റ്റർ സ്റ്റേഷനിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ് മോണിറ്ററിംഗ് സ്റ്റേഷൻ്റെ പണി. ഈ മാസ്റ്റർ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ ഡാറ്റനെയൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് കറക്റ്റഡ് സിഗ്നലിനെ, അതുപോലെ സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ സ്ട്രെങ്തനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റഡ് സിഗ്നലിനെ ഗ്രൗണ്ട് ആൻറ്റിനാസിലേക്ക് കൊടുക്കും. ഈ ഗ്രൗണ്ട് ആൻറ്റിനാസ് എന്ന് പറഞ്ഞാൽ 11 ഗ്രൗണ്ട് ആൻറ്റിനാസ് ഉണ്ട്. ഈ 11 ഗ്രൗണ്ട് ആൻറ്റിനാസ് പിന്നെ ഈ സിഗ്നലിനെ തിരിച്ച് സാറ്റലൈറ്റിലേക്ക് അയക്കും. ഇതാണ് ഈ ഒരു 3 സെഗ്മെൻറ്റിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ യൂസർ സെഗ്മെൻ്റ് ഉണ്ട്. യൂസർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ, കാറിലുള്ള GPS, അതുപോലെ നമ്മുടെ ഫോൺ എന്ത് വേണമെങ്കിലും ആണ്. ഇതെല്ലാം യൂസർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താ പറയുക, ഈ സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നലിനെ റിസീവ് ചെയ്തിട്ട് നമ്മുടെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ദൂരം കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു യൂസർ സെഗ്മെൻറ്റാണ്. അപ്പോൾ അതാണ് മെയിൻലി നമ്മുടെ 3 സെഗ്മെൻറ്റിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് GPS പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. GPS പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ട്രൈലാറ്ററലേഷനാണ് GPS പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഈ ട്രൈലാറ്ററലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ നമ്മൾ കണ്ടെത്തുക റിലേറ്റീവ് ടു അതർ പോയിൻറ്റ്. അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് 3 പോയിൻ്റിൻ്റെ പൊസിഷൻ അറിയാമെങ്കിൽ നമുക്ക് അടുത്തൊരു പോയിൻറ്റിൻ്റെ പൊസിഷൻ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്താ പറയുക ട്രൈലാറ്ററലേഷൻ എന്ന് പറഞ്ഞാൽ. 3 പോയിൻറ്റിൻ്റെ നോൺ പൊസിഷൻ നിന്ന് അറിയാത്തൊരു പോയിൻറ്റിൻ്റെ പൊസിഷൻ കണ്ടെത്തുക. ഡിറ്റർമിനിങ് അബ്സല്യൂട്ട് റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് 3 നോൺ പോയിൻറ്റ്സ്. അതാണ് ട്രൈലാറ്ററലേഷൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷനും അല്ലെങ്കിൽ ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്നൽ അറിയാം. സിഗ്നൽ ട്രാവൽ ചെയ്യാനുള്ള ടൈം നമുക്ക് ഈ ഒരു GPS റിസീവർ വഴി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൈം നമുക്കറിയെങ്കിൽ ആ ടൈം ഇൻറ്റു വെലോസിറ്റി ഓഫ് സിഗ്നൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ GPS-ലൊക്കെ യൂസ് ചെയ്യുന്ന EM വേവ്സ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അതിൻ്റെ ഒരു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ലൈറ്റിൻ്റെ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിനോട് വെലോസിറ്റിനോട് ഈക്വലാണ്. അപ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കിലോമീറ്റർ പെർ എന്ന് പറഞ്ഞ സെക്കൻഡ് എന്നുള്ള ആ ഒരു യൂണിറ്റ് 3 × 10⁸ കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ യൂണിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, വെലോസിറ്റി ആയിട്ട് എടുക്കാം. എന്നിട്ട് അതിനെ ടൈമിനെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ അതാണ് GPS-ൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ സാറ്റലൈറ്റ് റേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ GPS റിസീവറും സാറ്റലൈറ്റും, ഒരു സാറ്റലൈറ്റ് ഉണ്ടാവുമല്ലോ ഈ ഏതെങ്കിലും ഓർബിറ്റിൽ നമുക്ക് എന്താ പറയുക GPS റിസീവർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന യൂസറിൻ്റെ പൊസിഷൻ ആയിരിക്കും GPS-ൻ്റെ റിസീവറായിട്ട് നിൽക്കുന്നത്. ആ GPS-ൻ്റെ റിസീവറിലേക്ക് കണക്റ്റ് ആവുന്ന ഏതെങ്കിലും സാറ്റലൈറ്റ്സ് ഉണ്ടോ, ആ ഒരു സാറ്റലൈറ്റും GPS റിസീവറും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാറ്റലൈറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ എന്താണ് GPS-ൻ്റെ യൂസറിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ, ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മളിതിന് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് വെലോസിറ്റി ഓഫ് സിഗ്നൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വെലോസിറ്റി ഓഫ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അത് 3 × 10⁸ കിലോമീറ്റർ പെർ സെക്കൻഡ് വരും ഏകദേശം. പിന്നെ അതുപോലെ തന്നെ പ്രിസൈസ് ടൈം അറിയണം. അതായത് സിഗ്നൽ ലെഫ്റ്റ് ചെയ്ത സമയം സാറ്റലൈറ്റിൽ നിന്ന് വന്നിട്ട് റിസീവർ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം റേഞ്ച് നമ്മൾ കറക്റ്റായിട്ട് അറിയണം. പ്രിസൈസ് ടൈം നമുക്കറിയണം. അതറിയെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിസെക്ഷൻ അല്ലെങ്കിൽ ട്രൈലാറ്ററലേഷൻ. 3 ഡിസ്റ്റൻസ് മിനിമം നമുക്ക് അറിയണം അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫിഗർ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഫിഗറിനെക്കാളും കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ എളുപ്പമുള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ ഞാൻ വരയ്ക്കാം. അതായത് നമ്മളൊരു യൂസർ ഉണ്ടാവും, ഒരു യൂസർ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ യൂസറിൻ്റെ പൊസിഷൻ നിൽക്കുന്നുണ്ട്. യൂസറിൻ്റെ പൊസിഷൻ അറിയണം. യൂസറിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് യൂസറിനെ കണ്ടെത്തണം. അപ്പോൾ യൂസർ GPS ഓണാക്കും. GPS ഓണാക്കുന്ന സമയത്ത് സാറ്റലൈറ്റിലേക്ക് അതിൻ്റെ മുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സാറ്റലൈറ്റിലേക്ക് കണക്ഷൻ പോകും. സാറ്റലൈറ്റിലേക്ക് കണക്ഷൻ പോകുന്ന സമയത്ത് നമുക്ക് സാറ്റലൈറ്റ് റേഞ്ചിങ് വഴി ഓരോന്നിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. ഇത് 1ാമത്തെ സാറ്റലൈറ്റ്, ഇത് 2ാമത്തെ സാറ്റലൈറ്റ്, 3ാമത്തെ സാറ്റലൈറ്റ്. 3 സാറ്റലൈറ്റ് ആണെന്ന് വിചാരിക്കാം. മിനിമം 3 സാറ്റലൈറ്റ് വേണം നമുക്ക് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ.
ആദ്യത്തെ സാറ്റലൈറ്റിലേക്കുള്ളത് R1 ഡിസ്റ്റൻസ് R1 റേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് രണ്ടാമത്തെ R2 എന്ന് കിട്ടി, മൂന്നാമത്തത് R3 എന്ന് കിട്ടി. അപ്പോൾ സാറ്റലൈറ്റ് റേഞ്ചിങ് വഴി നമുക്ക് ഇത് ഓരോ സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ R1 എന്ന് പറയുന്ന ഫസ്റ്റത്തെ സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് R1 എന്ന രീതിയിൽ വരുന്ന ഒരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സ്ഫിയറിൻ്റെ എവിടെയോ ആണ് നമ്മുടെ യൂസറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. എവിടെയാണെന്ന് നമുക്കറിയില്ല, അതിൻ്റെ എവിടെയോ ആണ് യൂസറിൻ്റെ പൊസിഷൻ. അതുപോലെ തന്നെ R2 എന്ന് പറയുന്നത് റേഡിയസ് ആയി വരുന്നത്. R2 എന്ന് പറയുന്ന റേഡിയസ് ആയി വരുന്ന ഒരു അനദർ സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു R2 എന്ന് പറഞ്ഞ ഒരു വേറൊരു സ്ഫിയർ കൺസിഡർ ചെയ്ത് ഇപ്പോൾ നമ്മുടെ യൂസറിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 പോയിന്റിൽ എവിടെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഈ 2 പോയിന്റിൽ എവിടെയാണ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ സാറ്റലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അപ്പോൾ R3 വരുന്ന ഒരു അനദർ സ്ഫിയറും കൂടി നമ്മൾ കൺസിഡർ ചെയ്ത്. അപ്പോൾ ഈ 3 സ്ഫിയറും കൂടി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ യൂസറിൻ്റെ പൊസിഷൻ ആയിട്ട് വരുന്നത്. ഇതാണ് ബേസിക്കലി നമ്മൾ സാറ്റലൈറ്റ് റേഞ്ചിങ് വഴി നമ്മൾ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ കണ്ടെത്തുന്നത്. അപ്പം സാറ്റലൈറ്റ് റേഞ്ചിങ് കാൽക്കുലേറ്റിംഗ് പൊസിഷൻ അതാണ് നമ്മളിപ്പം പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അതിപ്പം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി സാറ്റലൈറ്റ് സിഗ്നൽ സ്ട്രക്ചറിനെ പറ്റി നോക്കാം. സാറ്റലൈറ്റ് സിഗ്നൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മെയിൻ്റെ ഒരു സിഗ്നൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 3 സിഗ്നൽസാണ് ഉള്ളത്. കാരിയർ വേവ്, റേഞ്ചിങ് കോഡ്സ് അല്ലെങ്കിൽ സ്യൂഡോ റാൻഡം നോയ്സ് കോഡ്, PRN കോഡ് എന്ന് പറയും. സ്യൂഡോ റാൻഡം നോയ്സ് കോഡ്സ്, പിന്നെ നാവിഗേഷൻ കോഡ്സ്. ഇതാണ് മെയിൻലി ഒരു സിഗ്നൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കാരിയർ വേവ്, അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗറാണ് ഇതിവിടെ കൊടുത്തത്. എല്ലാത്തിൻ്റെ ഒരു ഷേപ്പ്. ഇത് മറ്റേത് സൈൻ വേവ് പോലെ ആയിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും. അതായത് ഷേപ്പ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൻ്റെ കാരിയർ വേവിന് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഓരോ കളർ നാവിഗേഷൻ കോഡ്, അതുപോലെ റേഞ്ചിങ് കോഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്യൂഡോ റാൻഡം കോഡ്സ്. അതിനാണ് PRN കോഡ് എന്ന് പറയുന്നത്. PRN കോഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി 2 എണ്ണമാണുള്ളത്. പി കോഡും അതുപോലെ കോഴ്സ് അക്യൂസിയേഷൻ കോഡ്. പിന്നെ കാരിയർ വേവ് 2 എണ്ണമുണ്ട്, L1 L2. അപ്പം പിന്നെ നമുക്ക് ഓരോന്നിനെ പറ്റി പഠിക്കാം. കാരിയർ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി കാരിയർ വേവ് എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. L1 L2 അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. L5 എന്നുള്ളൊരു കാരിയർ വേവ് ഉണ്ട്, പക്ഷെ നമ്മളത് അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല. നോട്ട് ഡിക്ലെയർ ആസ് ഓപ്പറേഷൻ. നമ്മൾ അങ്ങനെ ഒരു ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യാറില്ല അത്. അപ്പോൾ മെയിൻലി 2 എണ്ണം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ കാരിയർ വേവിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് ഈ സാറ്റലൈറ്റിൽ നിന്ന് നമ്മൾ റിസീവറിലേക്ക് നമുക്ക് പൊസിഷൻ അറിയെങ്കിൽ എന്തെങ്കിലും ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യണ്ടേ, ഇൻഫർമേഷൻ വേണം. സാറ്റലൈറ്റിൽ നിന്ന് റിസീവറിലേക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ സെൻഡ് ചെയ്യണം. അങ്ങനെ ഇൻഫർമേഷൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടി ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു വേവിൻ്റെ മേലെ ഒരു കാരിയർ വേവിൻ്റെ മേലെ മോഡുലേറ്റ് ചെയ്യും. അങ്ങനെ മോഡുലേറ്റ് ചെയ്തിട്ട് അതിനെ സ്ട്രെങ്തനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അതിന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യുക. അങ്ങനെയുള്ള ആ വേവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാരിയർ വേവ് എന്ന് പറയുന്നത്. ആ കാരിയർ വേവ് യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കാരിയർ വേവ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 3 × 10⁸ km/s ആയിരിക്കും കേട്ടോ. അത് തെറ്റിപ്പോയതാ തോന്നുന്നു. ഒന്ന് കൺഫേം ആക്കിയിട്ട് ഞാൻ പറയാം. ഇവിടെ നമ്മൾ km/s എന്നല്ലേ വന്നത്. അപ്പോൾ km/s ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 10.23 MHz എന്ന് പറഞ്ഞിട്ടൊരു ഫ്രീക്വൻസിയിലാണ് ആ കാരിയർ വേവിനെ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. പിന്നെ റേഞ്ചിങ് കോഡ്സ് അല്ലെങ്കിൽ PRN കോഡ്സ്, സ്യൂഡോ റാൻഡം നോയ്സ് കോഡ്. അപ്പോൾ ഈ PRN കോഡ്സ് എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണത്. ഒന്ന് പ്രിസൈസ് കോഡ്, അതിനെ നമ്മൾ P കോഡ് എന്ന് പറയും. പിന്നെ കോഴ്സ് അക്വിസിഷൻ കോഡിന് അതിന് C⁻A കോഡ് എന്ന് പറയുന്നത് നമ്മൾ. അപ്പോൾ 2 കോഡ്സാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ഓരോ കോഡിനെ പറ്റി പഠിക്കുക. ഈ പ്രിസൈസ് കോഡ് എന്ന് പറഞ്ഞാൽ P കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിലിറ്ററി ആവശ്യത്തിനൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അത് അത്രയും പ്രിസൈസ് ആയിട്ടുള്ള കോഡാണ്. ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിലിറ്ററി പർപ്പസിനൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.23 MHz മോഡുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ സെൻഡ് ചെയ്യുന്നത്. അത് മോഡുലേറ്റ് ചെയ്യുന്നത് L1 L2 കാരിയർ വേവ്സിലേക്കാണ് നമ്മളതിനെ മോഡുലേറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും വേവ് വേണ്ട അതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുക. കാരിയർ വേവ് എന്ന് പറഞ്ഞാൽ L1 L2 വേവ് ആയിരിക്കും. പിന്നെ പൾസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ 30 മീറ്റർ റേഞ്ചാണ്. പിന്നെ കോഴ്സ് അക്വിസിഷൻ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1.023 MHz നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്. പിന്നെ L1 വേവ് മാത്രമേ നമ്മൾ കാരിയർ വേവായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. L2 നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഗ്രേഡഡ് വേവ്, അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞ് വരും നമ്മളിങ്ങനെ റിസീവറിലേക്ക് എത്തുമ്പോഴേക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ അത്ര ആക്യുറേറ്റ് അല്ല. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സിവിലിയൻ യൂസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് അക്വിസിഷൻ കോഡാണ്.
പിന്നെ മോഡുലേറ്റഡ് കോസ് അക്വിസിഷൻ കോഡ് ഉണ്ട്. പി കോഡ് ആർ റെഫേർഡ് ആസ് PRN കോഡ്. അതിനാണ് നമ്മൾ PRN കോഡ് എന്ന് പറയുന്നത്. ദിസ് സ്യൂഡോ റാൻഡം കോഡ് ഈസ് സീക്വൻസ് ഓഫ് വെരി പ്രിസൈസ് ടൈം മാർക്സ് that permits the ground receiver to compare and compute the time of transmission between the satellite and ground stations. അപ്പോൾ ഈ സ്യൂഡോ റാൻഡം PRN കോഡ്, ഈ PRN കോഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ഒരു എന്താ പറയുക കറക്റ്റായിട്ട് നമുക്ക് ടൈം ഓഫ് ട്രാൻസ്മിഷൻ, സാറ്റലൈറ്റും ഗ്രൗണ്ടും തമ്മിലുള്ള ട്രാൻസ്മിഷൻ ടൈം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ PRN കോഡാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രം ദിസ് ട്രാൻസ്മിഷൻ ടൈം GPS ഡിസ്റ്റൻസ് അവർ റേഞ്ച് ടു ദി റിസീവർ ഫ്രം സാറ്റലൈറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ബിഹൈൻഡ് ദ GPS റേഞ്ച് മെഷർമെൻറ്റ്. അപ്പോൾ നമുക്ക് ടൈം കാൽക്കുലേറ്റ്, പ്രിസൈസ് ആയിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഓൾറെഡി അറിയാം, നമുക്ക് ആ റേഞ്ച് കണ്ടെത്താം. റേഞ്ച് എന്ന് പറഞ്ഞാൽ സിംപ്ലി സാറ്റലൈറ്റും യൂസറും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഡിസ്റ്റൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ബാക്കി GPSൻ്റെ കാര്യങ്ങൾ, നമുക്ക് പൊസിഷനൊക്കെ കണ്ടെത്താം. അതാണ് ഈ GPS മെഷർമെൻറ്റിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നാവിഗേഷൻ കോഡാണ്. അപ്പോൾ നാവിഗേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ കുറേ കാര്യങ്ങൾ, അതായത് ഓർബിറ്ററിൻ്റെ പൊസിഷൻ, അതുപോലെ എഫിമെറിസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ കറക്റ്റഡ് ഡാറ്റ, എഫിമെറിസ് ഡാറ്റ, അതുപോലെ ക്ലോക്ക് ഇൻഫർമേഷൻ, പിന്നെ സാറ്റലൈറ്റിൻ്റെ സ്റ്റാറ്റസ്, അതുപോലെ സാറ്റലൈറ്റിൻ്റെ ഹെൽത്ത് ഇഷ്യൂ, അതിൻ്റെ സ്ട്രെങ്ത്ത്, അത് സാറ്റലൈറ്റ് ക്ലോക്കിന് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ക്ലോക്ക് കറക്ഷൻസ്, പിന്നെ അയോണോസ്ഫിറിക് ആൻഡ് അറ്റ്മോസ്ഫിറിക് ഡാറ്റ, അതായത് ഈ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നതിന് ചുറ്റുപാടും അതിൻ്റെ ആ അറ്റ്മോസ്ഫിയർ, അതിനെ പറ്റിയുള്ള ഡാറ്റ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് ഈ നാവിഗേഷൻ കോഡിലായിരിക്കും. അപ്പോൾ നാവിഗേഷൻ കോഡ് പരിശോധിച്ച് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നാവിഗേഷൻ കോഡ് എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസിയിലാണ് നമ്മൾ മോഡുലേറ്റ് ഇതാക്കുന്നത്, ഒരു 50 MHz നമ്മളത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മോഡുലേഷൻ നമുക്ക് L1 L2 നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഈ പ്രിസൈസ് ഈ കോസ് അക്വിസിഷൻ കോഡ് മാത്രമാണ് നമ്മൾ L1 എന്നൊരു കാരിയർ വേവിലാക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ L1 L2 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ നാവിഗേഷൻ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഈ മെസ്സേജിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ഉള്ള ആ മെസ്സേജിനെയാണ് നമ്മൾ നാവിഗേഷൻ മെസ്സേജ് അല്ലെങ്കിൽ GPS മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് GPS സർവേയിങ് എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 2 പോയിന്റ്സ്, അപ്പോൾ നമ്മൾ നമുക്ക് അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ വീട്ടിലിരുന്നിട്ട് നമ്മൾ ആ സ്ഥലത്തേക്കുള്ള ദൂരം നമ്മൾ ഫോണിൽ നോക്കണം. അതായത് നമുക്ക് 2 പോയിന്റ്സ് തമ്മിൽ വിസിബിൾ അല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും, മഴയത്തോ വെയിലത്തോ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നല്ല പ്രിസൈസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിന് ഒരുപാട് മാൻ പവർ ഒന്നും വേണ്ട. പിന്നെന്താ, കാൽക്കുലേഷൻസ്, ലിമിറ്റഡ് കാൽക്കുലേഷൻസും ടാബുലേഷൻസും വർക്കും ഒക്കെ മതി. പിന്നെ നമുക്ക് കുറച്ച് ടൈം കൊണ്ട് ഒരുപാട് ഏരിയ നമുക്ക് എന്ത് ചെയ്യുക, സർവേ ചെയ്യുക, കോസ്റ്റ് ഇഫക്റ്റീവാണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോസ്റ്റ്, ക്യാപിറ്റൽ കോസ്റ്റ് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ GPS ആൻറ്റിനസ്, കുറേ ഗ്രൗണ്ട് ആൻറ്റിനസ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഗ്രൗണ്ട് ആൻറ്റിനസൊക്കെ നമ്മൾ ക്ലിയർ വ്യൂ വേണം സ്കൈയിലേക്ക്. അതുകൊണ്ട് തന്നെ വലിയ ബിൽഡിങ്, ട്രീസ്, അതൊക്കെ ഇതിൻ്റെ ഒരു സാറ്റലൈറ്റ് സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇൻഡോഴ്സിൽ ഇത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെന്താ, ന്യൂ സ്കിൽസ് നീഡഡ് ഫോർ എറർ ഫ്രീ GPS സർവേ. GPS സർവേയിൽ എന്തായാലും ഒരു എറർ ഉണ്ടാവും. എറർ ഫ്രീ ആയിട്ടുള്ള അത്രയും അക്യുറേറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് പുതിയ കുറേ ന്യൂ സ്കിൽസൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് GPSൻ്റെ പൊസിഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന്. അപ്പോൾ ഹൗ ഡസ് GPS വർക്ക്സ് എന്ന് പറയുന്നതിൽ നമ്മളിങ്ങനെ ഒരു യൂസർ ഉണ്ടെങ്കിൽ യൂസറിന് വിസിബിൾ ആയിട്ടുള്ള 4 സാറ്റലൈറ്റ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് 3 സാറ്റലൈറ്റ് മതി എന്നാണ്. അപ്പോൾ 3 സാറ്റലൈറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ പൊസിഷൻ നമുക്ക് കണ്ടെത്താം. പക്ഷേ വളരെ ആക്യുറേറ്റായിട്ട് നല്ല ആക്യുറസിയിൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ കണ്ടെത്തണമെങ്കിൽ നമുക്ക് മിനിമം 4 സാറ്റലൈറ്റ് വേണമെന്ന് പറയുന്നത്. ഹൈ പ്രിസൈസ് ആയിട്ടുള്ള പൊസിഷൻ കിട്ടണമെങ്കിൽ 3 വെച്ചിട്ട് നമുക്ക് നമ്മുടെ യൂസറിൻ്റെ പൊസിഷൻ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റിസീവർ ഉണ്ടെങ്കിൽ ആ റിസീവർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 4 സ്റ്റേഷനിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, സിഗ്നൽസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് കണ്ടെത്താൻ പറ്റും. അങ്ങനെ റേഞ്ച് കണ്ടെത്താം. അതുപോലെ തന്നെ നമുക്ക് ഒരു യൂസർ ഉണ്ടെങ്കിൽ ആ യൂസറിനൊരു കോർഡിനേറ്റ് ഉണ്ടാവും. യൂസറിൻ്റെ കോർഡിനേറ്റ് XYZ ആണെന്ന് വിചാരിക്കുക. XYZ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു യൂസർ ഉണ്ട്. യൂസറിൻ്റെ കോർഡിനേറ്റ് നമുക്കറിയാം XYZ ആണ്, വേറെ ഒന്നും അറിയില്ല. പക്ഷേ GPS-ൻ്റെ പൊസിഷൻ നമുക്ക് ട്രാക്ക് ചെയ്തിട്ട് GPS-ൻ്റെ പൊസിഷൻ നമ്മൾ കണ്ടെത്തി. ഇതിൻ്റെ X2 Y2 Z2, ഇതിൻ്റെ X3 Y3 Z3, ഇതിൻ്റെ X4 Y4 Z4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ പൊസിഷൻ കണ്ടെത്തി. അപ്പോൾ നമുക്ക് പിന്നെ ഈ എന്താ പറയുക,
ഈ ഒരു XYZ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച്, സാറ്റലൈറ്റ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റും നമ്മുടെ യൂസറും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് സാറ്റലൈറ്റ് റേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് നമ്മളെ കോർഡിനേറ്റ്സ് മാത്രം നമുക്കറിയാം. ഈ കോർഡിനേറ്റ്സ് അറിയെങ്കിൽ നമ്മൾ ആ ഡിസ്റ്റൻസ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് 2 കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ 2 കോർഡിനേറ്റ്സ് അറിയെങ്കിൽ നമ്മൾ ഓൾറെഡി മാത്സിൽ പഠിച്ചതാണ്. x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ പ്ലസ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫസ്റ്റത്തെ ഡിസ്റ്റൻസ്, അതായത് r1 നമുക്ക് കണ്ടെത്തും. r1 സ്ക്വയറിന് ചെയ്താൽ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ x1 മൈനസ് x ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y ഹോൾ സ്ക്വയർ പ്ലസ് z1 മൈനസ് z ഹോൾ സ്ക്വയർ പ്ലസ് ഒരു ഡി സ്ക്വയറും കൂടി ഉണ്ട്. ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് എറർ, എന്തെങ്കിലും ക്ലോക്ക് എറർ ഉണ്ടെങ്കിൽ ആ ക്ലോക്ക് എററൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും സാറ്റലൈറ്റ്. ആ ഒരു എററും കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് r1 സ്ക്വയർ കിട്ടും. ഇതുപോലെ തന്നെ സിമിലർലി നമുക്ക് r2 സ്ക്വയറും കണ്ടെത്താം. r2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ x2 മൈനസ് x ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z ഹോൾ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എറർ. അങ്ങനെ നമുക്ക് r1 സ്ക്വയർ, r2 സ്ക്വയർ, r3 സ്ക്വയർ, r സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ അൺനോൺസ് എന്ന് പറഞ്ഞാൽ 3ആണ്. നമുക്കിവിടെ 4 ഇക്വേഷൻസ് ഉണ്ടാവും. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ്. ഈ r1 r2 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടെത്തും. പിന്നെ അതിൻ്റെ ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ആയിട്ട് നമുക്ക് 3 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ 3 പോയിൻറ്റിൻ്റെയും കൂടി ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് യൂസറിൻ്റെ പൊസിഷൻ കണ്ടെത്താം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.